വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. നമുക്കിന്നൊരു മാംഗോ ജാമിൻ്റെ റെസിപ്പി ആയാലോ. വളരെ ഈസിയായും ടേസ്റ്റോടു കൂടിയും അതുപോലെ ഒട്ടും കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ ജാമാണിത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ, ഇതിന് മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മാമ്പഴപ്രഥമൻ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ നിങ്ങളെ എന്തായാലും മാങ്ങാ സീസൺ കഴിയാറായല്ലോ, അപ്പോൾ പിന്നെ ഒരു മാംഗോ ജാമും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിലേക്ക് വേണ്ടത് നന്നായി മൂത്ത് പഴുത്ത് നല്ലോണം മധുരമുള്ള മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായി തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് മിക്സിയിലിട്ട് നന്നായി അടിച്ച് നല്ലൊരു മാംഗോ പ്യൂരി പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇത് മതി നമുക്ക്. ബാക്കി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമ്മൾ മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, നന്നായിട്ട് ഇത് കുറുക്കി വേവിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് നന്നായിട്ട് കുറുകി വരണ രീതിയിൽ അത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കണേ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴമാണ്, അതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ മതി. നിങ്ങളുടെ മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. മാങ്ങയൊക്കെ നന്നായിട്ട് വേവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഏതാണ്ട് ഇതിൻ്റെ പരുവെന്ന് പറയണത് നന്നായി കുറുകി, ഇപ്പം നമുക്ക് ജാമിൻ്റെ പരുവ അറിയാമല്ലോ, ആ ഒരു ഇതിലേക്ക് ആവണം. ഇനി നന്നായിട്ടൊന്ന് കുറുകി തിള വന്ന് ഒരു ചില്ല് പരുവാവണം നമുക്ക്. ദേ ഇപ്പം നന്നായിട്ട് മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ദേ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഒരു ചില്ല് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ ജാമിന് മധുരം ഉണ്ടാവും, അതുപോലെ ലേശൊരു പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ പുളിക്ക് വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇതിലൊട്ടും പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർക്കണില്ല കേട്ടോ. എന്നാൽ പോലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ ജാമ് പോലെ തന്നെ ഇത് എത്ര കാലം വേണമെങ്കിലും കേടുവരാതെ ഇരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ മാമ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അവർക്ക് ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ തേച്ച് കൊടുത്ത് നല്ല ടേസ്റ്റാണ്. ജാം ഇവിടെ ഏതാണ്ട് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് അത് കുറുകി നല്ല കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജാമിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദേ അങ്ങനെ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ദേ അങ്ങനെ മാമ്പഴം ജാം, മാംഗോ ജാം റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ജാം നല്ല ഈസി ആയിട്ടും അതുപോലെ ഹെൽത്തിയാണ്, സിമ്പിളായിട്ടും ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാമാണിത്. ഒട്ടും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ഇല്ലാത്ത കാരണം ധൈര്യമായിട്ട് കഴിക്കാം. നമ്മുടെ മാങ്ങ സീസണൊക്കെ ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പോയിട്ട് ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഞങ്ങളുടെ ഈ മാംഗോ ജാം ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.